ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കാവുന്ന ഈസി ആയിട്ടുള്ള കറികളാണ്. ഒരുപാട് പച്ചമാങ്ങ കിട്ടുന്ന സീസണല്ലേ ഇപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള കറികളാണ്, ഈസി ആയിട്ടുള്ള കറികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷു ആയിട്ടും വെക്കേഷനായിട്ടും ഇഷ്ടം പോലെ വെറൈറ്റികളായിട്ടുള്ള കറികൾ ഉണ്ടാക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറികളാണ് കേട്ടോ. അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ ഒരു മൂത്ത മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് കുറച്ച് മധുരം വെച്ചിട്ടുള്ള മാങ്ങയാണ്. അതായത് കരിയും പച്ച മാങ്ങ എടുക്കരുത്, കുറച്ച് മധുരം വെച്ച മാങ്ങയാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തോലെല്ലാം കളഞ്ഞ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ മാങ്ങ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇത് ഒരു പാൻ വെച്ച് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് അതും കൂടെ ചെറുതാക്കി അരിഞ്ഞ് അതും കൂടി ഒന്ന് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതേ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതായത് ഈ മാങ്ങ നന്നായി ഒന്ന് ഉടഞ്ഞു പോകരുത്, അപ്പോൾ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ചാറായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 1/4 മുറി തേങ്ങയുടെ കട്ടിപ്പാലാണ് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അടിപൊളി ടേസ്റ്റാണ്, നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതെ അധികം ഇട്ട് തിളപ്പിക്കരുത്, അപ്പോൾ പാലാകെ പിരിഞ്ഞു പോകും. അവസാനമായിട്ട് കുറച്ച് കായം പൊടി, അതായത് കുറച്ച് ഒരു 1/4 സ്പൂണോളം കായത്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കട്ടിയായി വരും. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും കേട്ടോ. ജസ്റ്റ് ഒരു തള വന്നാൽ മാത്രം മതി, ഓഫ് ചെയ്യുക കേട്ടോ. അപ്പം നല്ലൊരു കട്ടിയിലായിരിക്കും ഈ കറി ഉണ്ടാവുക. അടിപൊളിയാണ്. നമുക്ക് ചോറ് കൂട്ടി കഴിക്കാനായിട്ട് ഒരു മീൻ വറുത്തത് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വെക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ഒരു പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ മുഴുവനായിട്ട് ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ പകുതി മതി. അപ്പോൾ അതിൽ നിന്ന് തോലെല്ലാം കളഞ്ഞിട്ട് ഒരു 4-5 കഷ്ണം മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ അതൊന്ന് ചിരവിയെടുത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം ജീരകം, 1/4 സ്പൂൺ വേണ്ട, അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരച്ച് മാറ്റി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെയധികം വെള്ളം ഒഴിച്ച് അരച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് അതുപോലെ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 10 ചുവന്നുള്ളി അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള ഏതെങ്കിലും ഒന്ന് നന്നായി ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ 2 പച്ചമുളക് അതും കൂടി നമ്മൾ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയില്ല, അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ സമയം തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. മധുരം ആവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചൊരു 1/4 സ്പൂണോളം പഞ്ചസാര അതും കൂടെ ചേർക്കുക. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ തൈരില്ലേ, നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള തൈര് അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതായത് വളരെയധികം നേരം ഒന്നിട്ട് തിളപ്പിക്കരുത്. നമ്മൾ തിളയ്ക്കുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പിരിഞ്ഞു പോവില്ല. ജസ്റ്റ് ഒരു തിള വന്നാൽ ഉടൻ ഓഫ് ചെയ്യുക. അടിപൊളിയാണ്. ഇതിന് പച്ചമാങ്ങ അരച്ച് കളിക്കുന്നതാണ് നമ്മളിവിടെ പറയുക. ചോറ് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അടുത്തത് പരിപ്പും മാങ്ങയൊക്കെ ഇട്ട് നല്ല കട്ടിയുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പരിപ്പ് ഞാൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പച്ചമാങ്ങ ഒരു പകുതി മതി, മുഴുവനായിട്ട് വേണ്ട. പച്ചമാങ്ങ അതും കൂടെ തോലെല്ലാം കളഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം. ഇത് മേലെ കണ്ട് വെള്ളം വെച്ചാൽ മതി, ധാരാളം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇനിയിപ്പോൾ നന്നായി ഒരു 3 വിസിലടിച്ചതിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ നമ്മുടെ പരിപ്പും മാങ്ങയും നന്നായി ഉടഞ്ഞ് വരണം. രണ്ടും കാണാനായിട്ട് പാടില്ല, അത്രയും നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തള വന്നോട്ടെ. അപ്പോൾ നമ്മുടെ കറി ഓഫ് ചെയ്യുക. പിന്നെ ഇതൊരു പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് ഉലുവ ഇടാനായിട്ട് മറക്കരുത്. രണ്ടും പൊട്ടി വരുമ്പോൾ ഉണക്കമുളക് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, ഇത് കടുക് വറുത്ത് ഒഴിക്കണം, നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറും വരിക കേട്ടോ. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടിപൊളിയായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, മാങ്ങ വളരെയധികം ഇട്ട് കൊടുക്കരുത്. ഒരു 4-5 കഷ്ണം മാത്രം, അതായത് പുളി കൂടിക്കഴിഞ്ഞാൽ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു 4-5 കഷ്ണം മാങ്ങ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ മാങ്ങയും ചുവന്നുള്ളിയും വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അടുത്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 6-7 ചുവന്നുള്ളി
അത് രണ്ടായി മുറിച്ചതും പിന്നെ ഒരു 4-5 പച്ചമുളകും അതും കൂടി നന്നായി ഒന്ന് വാട്ടി കൊടുക്കുക. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 3/4 സ്പൂണോളം മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വെക്കണം ഈ ടൈമിലായിട്ട്. പിന്നെ ഒരു മാങ്ങ കുറച്ച് മൂത്തതായിക്കോട്ടെ, അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുക. അത് തോലെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വേവാനായിട്ട് ഇതിൻ്റെ മേലെ കണ്ട് വെള്ളം വെക്കുക. ഉടനെ തന്നെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ നന്നായി ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. മാങ്ങ നന്നായി വെന്തുടഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വേറെ ആയി പോവും. ഇനിയിപ്പോൾ മാങ്ങ ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാലായിട്ട് തേങ്ങ 1/4 മുറി തേങ്ങ വളരെ കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായി അരച്ച് ഇതിലേക്ക് ഒഴിക്കാം. മറ്റൊന്നും ചേർക്കണില്ല, തേങ്ങ അരച്ച് ഒഴിക്കുക. ഒപ്പം തന്നെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ചൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി മാറ്റി വയ്ക്കുക. പിന്നെ കടുക്, ഉലുവ അതുപോലെ തന്നെ മുളക്, കറിവേപ്പിൻ്റെ എല്ലാം ഇതെല്ലാം നന്നായി മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. ചോറ് കൂട്ടി കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അടുത്തൊരു കറി ഒരു പയറും മാങ്ങയും വെച്ചിട്ടുള്ളൊരു കറിയാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഉണ്ടാക്കി നോക്കിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനാവശ്യമായിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി ഒന്ന് മൂത്ത് പോകരുത്. അതിലേക്ക് നമ്മുടെ മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ മാങ്ങയാണെങ്കിൽ മൊത്തത്തിൽ എടുക്കാം, വലിയ മാങ്ങയാണെങ്കിൽ അതിൻ്റെ നേർപകുതി എടുത്താൽ മതി കേട്ടോ. അതും കൂടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പയർ കുറച്ച് വെള്ളത്തിൽ നന്നായി വേവിച്ചെടുത്തിട്ടുള്ള പയറും ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പയർ വേവിച്ചിട്ടുള്ള വെള്ളവും അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായി വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ച് വെക്കാനുണ്ട്. ഒരു 1/4 മുറി തേങ്ങ നന്നായി ഒന്ന് അരച്ച് വെക്കാനുണ്ട് കേട്ടോ. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മാങ്ങയെല്ലാം നന്നായി അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടിൽ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി കായ്ച്ച് ഒഴിക്കാനുണ്ട് കേട്ടോ. കടുകല്ല വറുക്കുന്നത്, ഉള്ളിയാണ്. ചുവന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും നന്നായി ഒന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കേട്ടോ. അത് കറി വെക്കുമ്പോഴായിട്ട് അധികം പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുത് കേട്ടോ. ഈ പയറും ഈ മാങ്ങയുടെ ടേസ്റ്റും എല്ലാം കൂടി, ഉള്ളി കാച്ചിയ ടേസ്റ്റും എല്ലാം കൂടി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അധികം പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുത് കേട്ടോ ഈ കറിയിലേക്ക്. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് പച്ചമാങ്ങ വെച്ചൊരു അടിപൊളി കറിയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു പച്ചമാങ്ങ ഞാൻ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ച് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അതായത് നല്ല പുളിയുള്ള മാങ്ങ വേണം ഈ കറി വയ്ക്കാനായിട്ട് കേട്ടോ. മാങ്ങ നന്നായി ഒന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ശർക്കര, 1.5 അച്ച് ശർക്കര നന്നായി ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നന്നായി ഒന്ന് കറി നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കാനുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉലുവ, അതുപോലെ തന്നെ ഒരു കുഞ്ഞു കഷ്ണം കായം, 1 സ്പൂൺ അരി, നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന അരിയില്ല, അതും കൂടെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ചട്ടിയിൽ വെച്ച് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ആയി കിട്ടണം. ഇനി ഇത് നന്നായി ഒന്ന് അരച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. 1 സ്പൂണോളം ഏകദേശം മതി. നന്നായി കറി നന്നായി തിളച്ച് നന്നായി വറ്റി വരണം. അപ്പോൾ നമ്മൾ കടുക് അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ എല്ലാം മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട്. വെറുതെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെക്കേഷനായിട്ട് കുട്ടികൾക്കൊക്കെ ഈ കറി ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, ചെറിയവർക്കും ഇഷ്ടപ്പെടും. ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ബിരിയാണി, അതുപോലെ തന്നെ നെയ്ച്ചോറ്, ഇതിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. അടുത്തൊരു കറി പഴുത്ത മാങ്ങയും അതുപോലെ വെള്ളരിക്കയും കൂടി വെച്ചിട്ടുള്ള അടിപൊളി കറിയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 പഴുത്ത മാങ്ങ തോല് കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന രീതിയിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കഷ്ണത്തിന് ആവശ്യമായിട്ട് വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക വലുതാക്കി എരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതായത് ഒരു അച്ചിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ആ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഇത് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കഷ്ണം എത്രയാണോ അത്ര മാത്രം വെള്ളം വെച്ചാൽ മതി. ഇതിൽ വെള്ളം ഊർന്ന് വരും, അതുകൊണ്ട് അത്ര വെള്ളം മാത്രം വെച്ചാൽ മതി. ഇനിയിപ്പോൾ 2 വിസിലടിച്ചെടുത്താൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. 1/2 മുറി തേങ്ങ ചെറുകി എടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് തൈര് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിലിപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ആവശ്യമുള്ളവർ, ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെറിയ ജീരകം കുറച്ച് ഒരു 1/4 സ്പൂൺ അതും കൂടെ ചേർത്ത് നന്നായി തേങ്ങ അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക ഈ ടൈമിലായിട്ട്.
ഇനിയിപ്പോൾ നമുക്ക് 1/2 കപ്പും കൂടെ തൈര്, നല്ല പുളിയുള്ള തൈര്, അത് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുളി നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ കറി, നല്ല ഒരു പുളിശ്ശേരിയുടെ ടേസ്റ്റാണ്. നല്ല ഇതിൽ വെള്ളരിക്ക ഇട്ട് കാരണം തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കടുക്, ഉലുവ, കറിവേപ്പിൻ്റെ ഇല, മുളക് അതും കൂടെ നന്നായി ഒന്ന് കാച്ചി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് പാടില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാമ്പഴ പുളിശ്ശേരിയുടെ ഒരു ടേസ്റ്റാണ്, വെള്ളരിക്ക ഇട്ട കാരണം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതൊരു മാങ്ങ തിരുമിയതാണ് കേട്ടോ. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്ര ഈസി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഇത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ട് കുറച്ച് മൂത്ത മാങ്ങയും കുറച്ച് പച്ച മാങ്ങയുണ്ട്, രണ്ടും കൂടി മിക്സ് ആക്കിയതാണ്. വളരെ ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എത്രയോ ഒഴിക്കുന്നത് അത്രയും ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായി ഒന്ന് കൈവച്ച് നന്നായി തിരുമ്മിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ കറികളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വെക്കേഷനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറികളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.